വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തവനുമായ ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി തൊടുന്ന, അതിശക്തമായി ഇടപെടുന്ന, ആഴമേറിയ ദൈവത്തിൻ്റെ അനുഭവങ്ങൾ പ്രാപിക്കുന്ന അത്ഭുതത്തിൻ്റെ ഒരു ദിനമായി തീരത്തക്ക നിലയിൽ കർത്താവ് സാഹചര്യങ്ങളെ തിരിക്കുന്ന, കർത്താവിൻ്റെ സ്നേഹം സമ്പൂർണ്ണമായി വെളിപ്പെടുത്തുന്ന ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് യേശുവിൻ്റെ നാമത്തെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 15 അധ്യായം 1 അതിൻ്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, അബ്രഹാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം, നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. നമുക്ക് വളരെ പരിചയമുള്ള ഒരു തിരുവെഴുത്തിൻ്റെ ഭാഗം ഇന്ന് പരിശുദ്ധാത്മാവ് ആഴമായതിനകത്തുനിന്ന് തൊടുന്ന ദൂത്. വാഗ്ദത്ത ശബ്ദം കേട്ട് വിശ്വാസത്തിൽ പുറപ്പെട്ട അബ്രഹാം, ദൈവശബ്ദം കേൾക്കുന്ന അബ്രഹാം, ദൈവത്തെ വിശ്വസിക്കുന്ന അബ്രഹാം, ദൈവത്തിൻ്റെ ശക്തിയെ വിശ്വസിക്കുന്ന അബ്രഹാം, ദൈവത്തിൻ്റെ മഹത്വത്തെ വിശ്വസിക്കുന്ന അബ്രഹാം ഇതാ ജീവിതത്തിൻ്റെ വഴിത്താരിൽ തനിക്ക് നടക്കാനിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അത് കാലതാമസം നേരിട്ടപ്പോൾ, അത് മുടക്കം വന്നതുപോലെ ജീവിത സാഹചര്യത്തിലായപ്പോൾ താൻ ഭയപ്പെട്ടു നിൽക്കുന്ന ഒരു സമയം ദൈവത്തിൻ്റെ വൈതലേ പരിശുദ്ധാത്മാവ് അതിശക്തമായി ആഴമായി ഇടപെടുന്ന ദൂതിത, ദൈവം പറഞ്ഞ ആലോചനയുള്ള വിഷയം, ദൈവം സംസാരിച്ച വിഷയം, കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളുള്ള വിഷയത്തിൽ ഇന്ന് ഭയപ്പെട്ടിരിക്കുകയാണോ? ആ വിഷയത്തെ ചൊല്ലി ഒരാകുലത അകത്തുണ്ടോ? പരിശുദ്ധാത്മ ശക്തമായ ഹൃദയത്തെ തൊട്ട് ദൂത് ഇടപെടുക. ഇന്ന് ദൈവം പറഞ്ഞ, ദൈവം പ്രവചിച്ച പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ശബ്ദം കേട്ട വിഷയത്തിന്മേൽ ഞാൻ ചെയ്യും, ഞാൻ പ്രവർത്തിക്കും, ഞാൻ അത് നടപ്പിൽ വരുത്തും, ഈ വിഷയത്തിൽ ഞാൻ പരിഹാരം വരുത്തും, ഞാൻ തന്നെ ചെയ്തു തരും. ഇപ്രകാരം ഉടമ്പടി ചെയ്ത ദൈവം, വാഗ്ദാനം ചെയ്ത ദൈവം, വാഗ്ദത്തം ചെയ്ത ദൈവം, കർത്താവ് നീതിമാനും വിശ്വസ്തനായി സംസാരിച്ച് ആ ശബ്ദം കേട്ട വിഷയം നടക്കാത്തത് നിമിത്തം, ആ വിഷയത്തിൽ യാതൊരു ചലനം ഉണ്ടാകാത്തത് കൊണ്ട് ഭയപ്പെടുന്നവരോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ദൂതിത, വാക്ക് പറഞ്ഞവൻ മാറാത്തവനാ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ. വാക്ക് ദൈവം മാറ്റിപ്പറയുന്ന ദൈവമല്ല. ദൈവം പറഞ്ഞ വാക്കുകൾ, ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങൾ ഇന്നും ഓവന്ന് തന്നെയാ. ദൈവത്തിൻ്റെ വൈതലേ, അബ്രഹാമിൻ്റെ കൂടാരത്തിൻ്റെ അകത്തളങ്ങളിൽ രാത്രിയുടെ യാമത്തിൽ ഇറങ്ങി വന്ന് ദൈവം സംസാരിച്ചത്, അബ്രഹാമേ, ഭയപ്പെടേണ്ട, നിന്റെ മേലുള്ള വാഗ്ദത്തങ്ങൾ വിലയേറിയതാ, നിന്റെ മേൽ വാഗ്ദത്തങ്ങൾ അതുപോലെ തന്നെ ചലിച്ചിരിക്കും. ദൈവത്തിൻ്റെ വൈതലേ, ഇന്ന് അവിശ്വാസ മേഖലകളെ സ്വർഗ്ഗം ശാസിക്കുക. ഹൃദയതലങ്ങൾ ബലം പ്രാപിക്കുന്ന, ഹൃദയതലങ്ങൾ ആത്മബലം പ്രാപിക്കുന്ന നിലയിൽ പൂർണ്ണമായി ഇന്ന് ദൂത് വിശ്വസിച്ച് ഏറ്റെടുക്കട്ടെ. എൻ്റെ ദൈവം പറഞ്ഞത് അത് സംഭവിച്ചിരിക്കും. ആര് നടക്കത്തില്ല എന്ന് പറഞ്ഞാലും, കുടുംബത്തിൽ ആര് ഇനി അതിനായിട്ട് കാത്തിരിക്കണ്ട എന്ന് പറഞ്ഞാലും, ദൈവത്തിൻ്റെ ഇതിലെ ചേർന്ന് നിൽക്കുന്നവർ സാഹചര്യങ്ങളും സാധ്യതകളും ചൂണ്ടിക്കാണിച്ച് ഇനി അതിനായിട്ട് നോക്കിയിരിക്കണ്ട എന്ന് പറയുന്ന ആ വിഷയത്തെ ചൊല്ലി ദൈവം ഒരിക്കലെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് ദൂത് വിശ്വസിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമേറ്റെടുത്തു. ദൈവം പറഞ്ഞത് അതുപോലെ തന്നെ നടന്നിരിക്കും. ആ നിലയിലാ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ പോകുന്നത്. അബ്രഹാമിൻ്റെ ഭയത്തെ മാറ്റി വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് ദൈവം വാഗ്ദത്തങ്ങൾ ചെയ്തു കൊടുത്തില്ലേ? സന്തതിയെ ദൈവം കൊടുത്തില്ലേ? വാഗ്ദാനങ്ങളുടെ നിവർത്തി ദൈവം അബ്രഹാമിൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ ദൈവം ഇടയാക്കിയില്ലേ? ദൈവത്തിൻ്റെ വൈതലേ, ഈ ദിവസങ്ങളിൽ ദൈവം അത് ചെയ്യും. ഈ ദിവസങ്ങളിൽ ദൈവം അത് കൈത്തരും. ഈ ദിവസങ്ങളിൽ ഒരു പ്രതിക്രിയയുണ്ട്. ഈ ദിവസങ്ങളിൽ
ദൈവം വഴി തുറക്കും. ആഴമായി വിശ്വസിച്ചു, ആഴമായി വചനം ഏറ്റെടുത്തു. ഒരത്ഭുതം ജീവിതത്തിൻ്റെ കൂടാരങ്ങളിൽ സംഭവിക്കാൻ പോവാ. ആ നിലയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. ഭയത്തെ മാറ്റുന്ന ദൈവം, നിരാശയെ മാറ്റുന്ന ദൈവം, ആകുലതകളെ മാറ്റുന്ന ദൈവം. ഇന്ന് ദൂത് പറയുന്നു, അത് നടന്നിരിക്കും, അത് നടന്നിരിക്കും. ദൈവമാണോ പറഞ്ഞിരിക്കുന്നത്? അത് നടന്നിരിക്കും. ആ തലത്തിൽ വിശ്വസിക്കട്ടെ, ആ തലത്തിൽ ദൂതേറ്റെടുക്കട്ടെ. കർത്താവ് സഹായിക്കും, ദൈവം സഹായിക്കും. ദൈവത്തിൻ്റെ അത്ഭുതം കാണും. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവിടെ അവസ്ഥ സാഹചര്യങ്ങളുടെ മേൽ കർത്താവെ നിരാശകൾ മാറട്ടെ. ദൂത് പറഞ്ഞ വിഷയത്തിന്മേൽ വീണ്ടും നിരാശപ്പെട്ട് ഭയപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങൾ മാറട്ടെ. പൊട്ടിക്കുടഞ്ഞു കളയുന്ന പോലെ ഒരു മാറ്റം ഉണ്ടാകട്ടെ. വിശ്വാസത്തോടെ ദൂത ഏറ്റെടുക്കട്ടെ, ബലപ്പെടട്ടെ, ബലം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു ഉണർവ് ഇപ്പോൾ തന്നെ ഹൃദയത്തിൽ, മനസ്സിൽ, ശരീരത്തിൽ പരിശുദ്ധാത്മ പകരുവാനായി പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.